ആഗോള സംഘർഷം കൂടിവരുന്ന സാഹചര്യത്തിൽ വിദഗ്ധരുടെ പ്രവചനങ്ങൾ ഏറെ ശ്രദ്ധ നേടുക പതിവാണ്. ഇപ്പോഴത്തെ യുദ്ധത്തോടൊപ്പം സ്വർണ്ണവില കത്തിക്കയറുന്ന സാഹചര്യത്തിൽ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളും ശ്രദ്ധ നേടുകയാണ്. ആഗോള സംഘർഷം കൂടിവരുന്ന സാഹചര്യത്തിലും വിദഗ്ധരുടെ പ്രവചനങ്ങൾ ഏറെ ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോഴത്തെ യുദ്ധത്തോടൊപ്പം തന്നെ സ്വർണ്ണവില കത്തിക്കയറുന്ന ഈ ഒരു സാഹചര്യത്തിൽ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ ശ്രദ്ധ നേടുകയാണ്. അടുത്തിടെ യുഎസിനും ഇസ്രയേലിനും ഇറാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷം ഈ ദീർഘദർശി പ്രവചിച്ചിരുന്നോ എന്ന് പലരും ചോദിക്കുന്നത് പതിവായിരുന്നു. പലപ്പോഴും ഉത്തരം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ മുതൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ വരെ പ്രവചിച്ചയാൾ കൂടിയാണ് അദ്ദേഹം എന്നത് പലരുടെയും ചോദ്യത്തിന് കാരണമായിരുന്നു. നോസ്ട്രഡാമസ് ആധുനിക രാജ്യങ്ങളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നിലവിലുള്ള യുദ്ധങ്ങൾ സാമ്പത്തിക വിപണികളെ എങ്ങനെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. യുഎസ്, ഇസ്രയേൽ, ഇറാൻ എന്നിവ തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കം ചരക്ക് വിപണിയിൽ വലിയ വില വ്യതിയാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അസ്ഥിരമാകുമ്പോൾ നിക്ഷേപകർ സാധാരണയായി സ്വർണവും വെള്ളിയും പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളെയാണ് ആശ്രയിക്കാറുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ യുദ്ധസമാന സാഹചര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു നിക്ഷേപങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ മാറി നിൽക്കുകയാണ്. യുദ്ധകാലത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും നിക്ഷേപകർ അപകടകരമായ ആസ്തികളിൽ നിന്ന് സുരക്ഷിതമായ ഭൗതിക ചരക്കുകളിലേക്ക് മൂലധനം മാറ്റുന്നതും പതിവാണ്. അതൊരു പ്രതിരോധ നയത്തിൽ ഊന്നിയ നിക്ഷേപ തന്ത്രം കൂടിയാണ്. സമ്പത്ത് സംരക്ഷിക്കാൻ സ്വർണം പരമ്പരാഗതമായ ഒരു വഴി തന്നെയാണ്. വെള്ളിക്കും സുരക്ഷിത നിക്ഷേപകരെയും വ്യാവസായിക ഉപഭോക്താക്കളെയും സമാനമായി തന്നെ ആകർഷിക്കാനാകും. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണവില കത്തിക്കയറുകയാണ്. യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ സ്വർണ്ണവില 2 ലക്ഷം വരെ എത്താനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.